ഹായ്, നമസ്കാരം. അപ്പം ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വിപണിയിലേക്ക് അല്പം മത്തൻ വിളവ് എടുത്തിരുന്നു അന്ന്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടത്തേക്ക് വീണ്ടും വിളവെടുത്തു തുടരുകയാണ്. ഇവിടെ മത്തനാണ്. നമുക്ക് ഈ ഓണം കഴിഞ്ഞിട്ടും നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു മൂന്ന് കിലോയ്ക്ക് പുറത്ത് വരും എങ്ങനെയായാലും. ഇത് നമ്മുടെ വെള്ളയാണി കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിയ അമ്പിളി എന്ന് പറയുന്നതിനെ വിത്താണ്. ഞാൻ നേരത്തെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതേപോലെ കുറച്ചുകൂടെ കിടപ്പ് നമുക്ക് നോക്കാം. രണ്ട് അങ്ങനെ നമ്മള് ഏകദേശം 5 മത്തനാണ് ഇന്നിപ്പോ നമുക്ക് തൽക്കാലം നമ്മൾ ഷോപ്പിലേക്ക് ഷോപ്പ് തുറക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് 5 മത്തൻ. കാര്യം ഇന്ന് പച്ചക്കറിയൊന്നും അമിതമായിട്ട് പോകത്തില്ല. അതുകൊണ്ട് നമ്മളൊരു 5 മത്തനെ കൊണ്ടുപോകുന്നത്. നമ്മൾ എങ്ങനെ പോയാലും ഇതൊരു ഒരു 10 കിലോയ്ക്ക് പുറത്തുണ്ടാവും. ഏകദേശം എങ്ങനെ നമ്മൾ ഓട്ടക്കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു 500 രൂപയുടെ സാധനത ഇവിടെ ഉണ്ട്. ഓണം കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറി വിളവെടുക്കണം. ആ രീതിയിൽ എപ്പോഴും കൃഷി ചെയ്യാം. അപ്പൊ എല്ലാവരുടെ ഓണം കളറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഓണവും കളറായി, യാതൊരു കുഴപ്പമില്ലായിരുന്നു. അല്പം നിരാശ ഉണ്ടായിരുന്നെങ്കിലും ഓണത്തോട് അടുത്തപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിളവ് കാര്യങ്ങളെല്ലാം കിട്ടി. അപ്പം മാന്യമായിട്ടുള്ള വിലയും കിട്ടിയായിരുന്നു. ഇനി തുടർന്നുള്ള അടുത്ത കൃഷിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇവിടെ മത്തൻ വീണ്ടും കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മത്തന്റെ കൃഷി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കപ്പ കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുള്ള് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പാവൽ കൃഷി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ തുടർന്ന് കാണാം. അപ്പം നമ്മൾ ഒരു സമയവും കൃഷി ചെയ്യാതിരിക്കുന്നില്ല. 365 ദിവസവും നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാന്യമായിട്ടുള്ള വിളവും ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.